വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നീക്കത്തിൽ വിമർശനം കടുപ്പിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് കയ്യോടെ പിടികൂടിയപ്പോൾ മുഖ്യമന്ത്രി കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് MP രാജേഷ്. പ്രതിഷേധം ശക്തമായതോടെ സർക്കാർ അനിശ്ചിതത്വത്തിലായെന്ന് തോമസ് ഐസക്കും പ്രതികരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ അട്ടിമറിക്കാനാണോ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതെന്ന് സംശയമുണ്ടെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും ആരോപിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ആരും അറിയാതെ സൂത്രത്തിൽ നികുതി കുത്തനെ കുറച്ചുകൊടുത്ത് മദ്യകുത്തകയെ സഹായിക്കാൻ നടത്തിയ ഡീൽ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് അദ്ദേഹം രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കാനുള്ള ചട്ടഭേദഗതി LDF തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷെ അപ്പോഴൊന്നും നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു. അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണ്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവും. UDFന്റെ ഗവൺമെന്റിന്റെ മദ്യനയം UDFിൽ തന്നെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് പ്രതിപക്ഷത്തിന്റെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഇടപെടലാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ആരും അറിയാതെ എന്റെ VD സതീശൻ അന്ന് ചോദിച്ചില്ല. അദ്ദേഹം അന്ന് പ്രതിപക്ഷത്തുണ്ട്. അന്നൊന്നും ചോദിക്കാതെ ചോദ്യം 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതി മാത്രമല്ല, ഈ കരിമണൽ ഖനനത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളൊരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അങ്ങനെ ഒരു വലിയ അതിരുവിട്ടുള്ളൊന്നും വേണ്ട. ഇരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് കയറി വായിട്ടലക്കുമ്പോഴാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. അല്ലെങ്കിൽ അവരവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം കൊടുത്തിരിക്കുക കേട്ടോ. കേരളത്തിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പറ്റില്ല. പെട്ടെന്ന് ധൃതി പിടിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് അതിന് നികുതി കുറച്ച് വ്യാപകമാക്കി നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഡ്രഗ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ട്. അതിന് വിപരീതമായല്ലേ മറ്റൊരു ചടങ്ങ് ഇവിടെ നടക്കുന്ന ഒരു നയം നമ്മൾ കാണുന്നത്. അപ്പോൾ അതേ ഘട്ടത്തിലാണ് അതിന് വിപരീതമായ ഒരു നയവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതാണ്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകും വരെ പ്രതിപക്ഷത്തിന്റെ വലിയ രാഷ്ട്രീയ ആയുധം തന്നെയാണ് ഈ വിഷയം. അത് പ്രതിപക്ഷ മുന്നണിക്കകത്ത് പല ഘടകകക്ഷികളും പ്രതികരണങ്ങളായി നമുക്ക് മുന്നിലെത്തുന്നു. കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം, അല്ലേ? റോഷിനി, പ്രതിപക്ഷത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി. കാരണം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുമ്പോൾ അത് UDFിൽ ചർച്ച ചെയ്യില്ല. മന്ത്രി പോലും അറിയാതെ അത്തരമൊരു തീരുമാനമെടുത്തത്. അതിനൊപ്പം ബക്കാഡിയുടെ അപേക്ഷയിൽ അതിവേഗത്തിലെടുത്ത തീരുമാനം. ഇതൊക്കെ ദുരൂഹതയുണ്ടെന്ന ആരോപണം ആദ്യഘട്ടത്തിൽ ഉയർത്തി. മാത്രമല്ല, അതിൽ അഴിമതി ആരോപണം നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതുവഴി മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാഴ്ത്താനുള്ള തീരുമാനം തന്നെയാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. 1-ാം തീയതി ധനബില്ലിൽ ഈ ബജറ്റിലെ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം ഇതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം ഈ നീക്കത്തെ തടയാൻ വേണ്ടി തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1-ാം തീയതി വരുന്ന ധനബില്ലിനെ അടിസ്ഥാനമാക്കിയാകും തുടർ ദിവസങ്ങളിലുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ. ഏതെങ്കിലും തരത്തിൽ ഒരു തിരുത്തലിന് സർക്കാർ തയ്യാറാകുമെങ്കിൽ മാത്രമേ പ്രതിപക്ഷം നിലപാട് മയപ്പെടുത്തുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിൽ വലിയൊരു ഡീൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്നത്.